നമസ്കാരം. ആനകൾ സമൂഹജീവികളാണ്. പ്രായപൂർത്തിയാകുമ്പോൾ തങ്ങളുടെ കൂട്ടത്തിലെ ആണാനയെ പെണ്ണാനയുമായി ഇണചേരാതിരിക്കാനായി അവർ പുറത്താക്കുന്നു. ഇങ്ങനെ പുറത്താക്കപ്പെട്ട ആനകൾ മറ്റേതെങ്കിലും കൂട്ടത്തിലേക്ക് കയറിച്ചെല്ലണമെങ്കിൽ ആ കൂട്ടത്തിലെ ഏറ്റവും മിടുക്കനായ ഏറ്റവും വലിയ ആനയെ തോൽപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ളൊരു യാത്രയിൽ വീറും വാശിയും ഊർജവും ഉശിരും സംഭരിക്കുന്ന ഇത്തരം ആനകൾ ഒറ്റയാനായി മാറുന്നു. ഇങ്ങനെ ആനവിശേഷങ്ങളുടെ കലവറ തുറന്ന് ആനപ്പെരുമയുടെ ഏറ്റവും പുതിയ ജാലകം തുറന്ന് ഞങ്ങളെത്തുമ്പോൾ KR ഗ്രൂപ്പ് ആനപ്പെരുമയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അങ്ങകലെ ഒരുപാട് ദൂരെ ഹിമാലയ സാനുക്കളിൽ മാനസ സരോവരത്തിലെ ഇണയരയന്നങ്ങളുടെ കൊഞ്ചലുകൾ കേട്ട ഹിമവാന്റെ മുകൾ തട്ടിൽ തിരുജട ചൂടിയ മഹാദേവൻ്റെ കൈലാസം. ഇങ്ങിവിടെ എറണാകുളം ജില്ലയിൽ കാളിയാറും കോതയാറും തൊടുപുഴയാറും ഒന്നിക്കുന്ന മൂവാറ്റുപുഴ എന്ന കൊച്ചുപട്ടണം. ഈ ത്രിവേണി സംഗമ ഭൂമിയിൽ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമായി ഒരു തറവാട് കൈലാസം. ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അതിഥിയായി എത്തിയ ഒരു കൊമ്പൻ, ഇവരുടേതായി മാറിക്കഴിഞ്ഞ ആ കൊമ്പൻ കൈലാസം കാർത്തികേയൻ. അവൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ആനപ്പെരുമയിലൂടെ പങ്കുവയ്ക്കുന്നത്. കാണാം അവൻ്റെ പെരുമയേറുന്ന വിശേഷങ്ങൾ. കാണുന്നവരുടെയെല്ലാം കണ്ണിലും മനസ്സിലും കൗതുകത്തിൻ്റെ കലവറ നിറയ്ക്കുന്ന വിസ്മയങ്ങൾ സമ്മേളിക്കുന്ന ആന എന്ന മഹാത്ഭുതം. ഒരു പക്ഷേ ആനപ്രേമികളല്ലാത്തവരെ പോലും ആനപ്രേമികളും ആന സംരക്ഷകരും ആന പാപ്പാന്മാരുമൊക്കെയാക്കിയ നിരവധി യാഥാർത്ഥ്യങ്ങൾ നാം ഓരോരുത്തർക്കും അത്ര ബുദ്ധിമുട്ടില്ലാതെ ഓർത്തെടുക്കുവാനാകും. അങ്ങനെ തൻ്റെ സൗന്ദര്യ തികവിനാൽ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും ശ്രദ്ധ തന്നിലേക്ക് ആകർഷിപ്പിച്ച് ഇപ്പോൾ ഈ കുടുംബത്തിലെ ഒരംഗമായി കഴിഞ്ഞ വാരണശ്രേഷ്ഠൻ, മൂവാറ്റുപുഴയാറിൻ്റെ പോഷക നദികളായ കോതയാറും കാളിയാറും തൊടുപുഴയാറും ഒത്തുചേരുന്ന മൂവാറ്റുപുഴ ആദ്യകാലത്ത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. സാക്ഷാൽ ജഗദീശ്വരൻ അനുഗ്രഹിച്ച് നൽകിയ മനോഹര തീരത്ത് ഈ ത്രിവേണി സംഗമ ഭൂമിയുടെ അഴക് വാനോളം ഉയർത്തിപ്പിടിക്കാനൊരു കൊമ്പനുണ്ട്. ആടയാഭരണങ്ങളുടെ മേലങ്കിയില്ലാതെ കുളിച്ച് കുറി തൊട്ട് നിന്നാൽ തന്നെ ഏവരുടെയും മനം നിറയ്ക്കുന്ന ഒരു കരിവീരച്ചന്തം. ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് ഈ കൈലാസത്തിലുള്ളവരുടെയും മൂവാറ്റുപുഴക്കാരുടെയും മാണിക്യവും കണ്ണിലുണ്ണിയുമായി മാറിയ ഗജോത്തമൻ. മൂവാറ്റുപുഴക്കരയിൽ നിന്നും മറ്റേത് കരയിലെയും ഉത്സവ പറമ്പുകളെ തൻ്റെ സാന്നിധ്യം കൊണ്ട് സമ്പുഷ്ടമാക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ് കൈലാസം കാർത്തികേയൻ എന്ന ഈ ഗജേതിഹാസം. ഏതൊരാനപ്രേമിയെയും ഒറ്റ നോട്ടത്തിൽ തന്നെ തന്നിലേക്ക് ആകർഷിക്കുന്ന വിധത്തിലുള്ള സൗന്ദര്യത്തിനുടമ കൂടിയാണ് കാർത്തികേയൻ. നീളമുള്ള തുമ്പിക്കൈ, നല്ല വണ്ണമുള്ള കൊമ്പുകൾ, ഉയർന്ന മസ്തകം, വലിയ വായുകുംഭം, നല്ല ചെവികൾ തുടങ്ങി ലക്ഷണ തികവുകളെല്ലാം ഇവനിൽ ഒത്തുചേർന്നിട്ടുണ്ടെങ്കിലും എടുത്തു പറയേണ്ടത് ഈ മുന്നഴക് തന്നെയാണ്. ഒന്നര പതിറ്റാണ്ടായി കുടുംബവുമായി അമേരിക്കയിലെ പീറ്റ്സ്ബർഗിൽ ജോലിയുമായി താമസിച്ചു പോരുന്ന മൂവാറ്റുപുഴ ഊരുമന വട്ടം കണ്ടത്തിൽ കൃഷ്ണൻ നായരുടെയും ദാക്ഷായണി അമ്മയുടെയും മകൻ തേനാരിക്കൽ കൈലാസത്തിൽ ഗോപാലകൃഷ്ണന് ആനപ്രേമം എന്നത് ചെറുപ്പം മുതൽക്കേ സിരകളിലലിഞ്ഞ ഒന്നായിരുന്നു. ആ അച്ഛൻ്റെ ആനപ്രേമം മക്കളിലേക്ക് പകർന്നു കിട്ടുക എന്നത് അത്ഭുതപ്പെടാനില്ലാത്ത ഒന്നാണ്. അങ്ങനെയിരിക്കെ ഏകദേശം 1 വർഷം മുൻപാണ് മൂത്ത മകൻ അമലിൻ്റെ ശ്രദ്ധയിൽ സമൂഹമാധ്യമത്തിൽ നിന്നും കാർത്തികേയൻ്റെ ഫോട്ടോയും വീഡിയോയുമൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് ആ ആനയ്ക്കായുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അതെല്ലാം ചെന്നെത്തിയത് ഇവരുടെ കുടുംബ സുഹൃത്തും ആനപ്രേമിയുമായ സനൂപ് ആമ്പല്ലൂരിലാണ്. നിരവധി ആനകളെ കൈകാര്യം ചെയ്തിട്ടുണ്ട്.
അതിൽ കൂടുതലും ഉത്സവപ്പറമ്പുകളിൽ അധികം കാണാത്ത ആനകൾ, അല്ലെങ്കിൽ കുറച്ച് വഴക്കാളികളായ ആനകൾ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കാർത്തികേയനിലേക്ക് എത്തുമ്പോൾ ഉള്ളൊരു വ്യത്യാസം അതെങ്ങനെയാണ്? കാർത്തികേയൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു 10 വർഷം മുന്നേ അറിയണതാണ്. ഒരുപക്ഷെ ആന ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ലെജൻഡ് എന്ന് പറയാവുന്ന പുത്തോങ്കുളം ഷാജിയേട്ടനാണ് ഈ ആനനെ ബീഹാറിൻ്റെ മണ്ണിൽ നിന്ന് കേരളത്തിൻ്റെ നാട്ടിലേക്ക് ആനയിക്കുന്നത്. അപ്പോൾ കാർത്തികേയൻ എന്ന് പറഞ്ഞ ആനയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ക്യാരക്ടറാണ്. ചിലൻ്റെ നിന്ന ഒട്ടുമിക്ക ആനകളും പൂരപ്പറമ്പിൽ എത്താൻപ്പെടാത്തത്, അല്ലെങ്കിൽ വഴക്കാളി എന്നാണ് അതിൻ്റെ പച്ചയായ മലയാള ഭാഷ പറയുന്നത്. വഴക്കാളി എന്ന് മുദ്ര കുത്തപ്പെട്ട, എഴുന്നള്ളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആനകൾ. ആ ആനകളൊക്കെ എനിക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ പ്രയത്നമായിരിക്കാം, ദൈവാനുഗ്രഹമായിരിക്കാം. അപ്പോൾ ആ ആനയിൽ നിന്ന് ഈ ആനയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ തന്നെയാണ്. ക്യാരക്ടർ ബേസിൽ എല്ലാ തരത്തിലും ഒരു ആന ഇൻഡസ്ട്രിയിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, ഒരു തുടക്കക്കാരൻ, ഈ ആന ഇൻഡസ്ട്രിയിൽ വരുന്ന തുടക്കക്കാരന് ഏറ്റവും ഗുഡായിട്ടുള്ളൊരു ആന എന്താ വെച്ചാൽ, അതിപ്പോൾ നമുക്ക് ആനയെ കാണുമ്പോൾ തന്നെ അറിയാം. ഇതുപോലൊരു ആനയെ നമുക്ക് നിർത്താൻ വളരെ റെയർ ആനകളുള്ളൂ. പാറന്നൂർ നന്ദൻ, അങ്ങനെ ഇടക്കുന്നി അർജുന, വളരെ ചുരുക്കം ചില ആനകളിൽ ഏറ്റവും ഗുഡായിട്ടുള്ളൊരു ആന എന്ന് വെച്ചാൽ, നമുക്കൊരു എന്ത് എഴുന്നള്ളിപ്പിന് പോയാലും, എവിടെ എന്ത് തരത്തിലുള്ളൊരു പ്രോഗ്രാമിനായാലും നമുക്ക് ഈ ആനയുടെ ഭാഗത്തുനിന്നൊരു കോൾ വരുന്ന പ്രതീക്ഷിക്കേണ്ടായ ആനയുടെ ഭാഗത്തുനിന്നായിട്ട്. അതാണ് ഈ ആനയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. ഈ വിവരങ്ങളെല്ലാം അമൽ പിതാവിനെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് നാട്ടിലെത്തിയ ഗോപാലകൃഷ്ണൻ നേരിട്ട് പോയി ആനയെ കാണുകയും ഇവന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയുമായിരുന്നു. കൈലാസം തറവാട്ടിലൊരു ആന കാലങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണോ അത്? തീർച്ചയായിട്ടും വളരെ കാലങ്ങളായിട്ടുള്ള ആഗ്രഹമാണ്. അത് എത്രയോ ഇപ്പോഴാണ് സഫലീകരിച്ചതെന്ന് മാത്രം. അതായത് 1.5 വർഷം മുമ്പ് ഞങ്ങൾ അതിനെ കൊണ്ടുവന്നു. ഇങ്ങനെ വളരെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എൻ്റെ മൂത്ത മോൻ, രണ്ടാമത്തെ മോനും ഇഷ്ടമാണ്, വൈഫിനും ഇഷ്ടമാണ്. അവർ രണ്ടുപേരും പോയാണ് ഇതിനെ കണ്ടതും ഇഷ്ടപ്പെട്ടതും കൊണ്ടുവന്നതും. അല്ല, ചെറുപ്പത്തിലെ മുതൽ ആനകളെ ഇഷ്ടമാണ്? തീർച്ചയായിട്ടും വളരെ ചെറുപ്പം പോലെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഫീൽഡിലേക്ക് ഈ ആനയോട് ഇത്രയും കമ്പം തോന്നാൻ കാരണം നമ്മുടെ രാജനാണ്. രാജൻ ഞാൻ എറണാകുളത്ത് താമസിക്കുന്ന സമയത്ത്, എറണാകുളത്ത് താമസിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് ആനയെ കൊണ്ടുവരും. എറണാകുളത്ത് പൂരം എവിടെയുണ്ടെങ്കിലും വീട്ടിൽ അവൻ കൊണ്ടുവരും, ആനയെ കൊണ്ടുവരും. അന്ന് മുതൽ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് ആന. അങ്ങനെ അന്ന് മുതലുള്ള ആ ഇഷ്ടം ശരിക്കും ഇപ്പോഴാണ് ശരിക്കും അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയത്. അല്ല, നമുക്ക് സാധ്യതകളുണ്ടായിരുന്നു വാങ്ങാനുള്ളത്, എന്നിട്ടും വൈകിപ്പോയി എന്ന് തോന്നുന്നു. അല്ലല്ല, ഞങ്ങൾക്ക് സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്ന 19ാമത്തെ വയസ്സിൽ ഞാൻ ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു. എൻ്റെ അച്ഛനോട് ഞാൻ ഒരു വണ്ടി മേടിക്കട്ടെ എന്ന് വെച്ചാൽ അച്ഛൻ പറയും വേണ്ട, അതിൻ്റെ ആവശ്യമില്ലാന്ന് പറയുമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് നമുക്കത് എന്താ പറയുക, നേടിയെടുക്കാൻ പറ്റിയതെന്ന് വേണമെങ്കിൽ പറയാം. കൈലാസത്തിലേക്ക് ഈ പ്രത്യക്ഷ ഗണപതി രൂപം നടവച്ച് കയറിയെങ്കിലും ഓൺലൈനിലൂടെ മാത്രം കണ്ടിരുന്ന അമലിന് അധിക നാൾ ഇവനെ കാണാതിരിക്കുവാനാകില്ലല്ലോ. അങ്ങനെ 5 ദിവസങ്ങൾക്ക് ശേഷമാണ് അമൽ അമേരിക്കയിൽ നിന്നും നാട്ടിലെത്തി കാർത്തികേയന് തൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന സ്നേഹപരിലാളനകൾ പകർന്നേകുന്നത്. ഈ തറവാട്ടിൽ ഈ അച്ഛനും മകനും മാത്രമല്ല ആനപ്രേമമുള്ളത്. ഗോപാലകൃഷ്ണന്റെ ഭാര്യ പത്മിനി ഗോപാലകൃഷ്ണനും ഇളയ മകൻ അർജുനും ഭാര്യ ഐശ്വര്യ, അമലിന്റെ ഭാര്യ കാർത്തികയ്ക്കുമെല്ലാം കാർത്തികേയനെന്ന് ഒരു കൂടപ്പിറപ്പിന് തുല്യമാണ്. ഇത് കാർത്തിക, അത് കാർത്തികേയൻ. ഈ പേരുകൾ തമ്മിലുള്ള സാമ്യം തന്നെ ഈ കൈലാസത്തിൽ അവനുള്ള സ്വീകാര്യതയുടെ തെളിവാണ്, അല്ലേ? അതെ. എങ്ങനെയാണ്, ആനകളെ ചെറുപ്പത്തിൽ തന്നെ ഇഷ്ടമാണ്? എനിക്ക് ആനകൾ ഇഷ്ടമാണ്. ആന പ്രേമം എന്ന് പറയാൻ അത്രയില്ല, എന്നാലും ആനകൾ ഇഷ്ടമാണ്. പിന്നെ ഈ കാർത്തികൻ വന്നതിന് ശേഷം കൂടുതൽ നമ്മൾ അതിനോട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആയി. പിന്നെ എൻ്റെ അച്ഛൻ്റെ വീട് ആനക്കൂടായതുകൊണ്ട് ഞാൻ ആനകളെയൊക്കെ സ്ഥിരം അങ്ങനെ കണ്ട് എനിക്ക് ഇഷ്ടമാണ്. അത്ര അടുത്തേക്ക് പോകാൻ പേടിയൊന്നുമില്ല?
ആദ്യമൊക്കെ ഉണ്ടായിരുന്നു പേടി, പിന്നെ കുറച്ച് നാളിങ്ങനെ കണ്ട് നമുക്കൊരു പരിചയമായപ്പോൾ പേടിയൊക്കെ പതുക്കെ പോയി. ഇവനിപ്പോൾ നമ്മുടെ വീട്ടിലംഗം തന്നെയാണല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ആനയുടെ അടുത്ത് തനിയെ പോകാറൊക്കെ ഉണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ തനിയൊന്നും, ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് അമ്മലേട്ടനോ അച്ഛനോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് പോയി തൊടുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ആനപ്രേമം വന്നു പോവാം അല്ലേ? ആനപ്രേമം ഇപ്പം കുറച്ചൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇവനിലേക്ക് ഇങ്ങനെ എത്തിപ്പെട്ടത്? ഞാൻ പണ്ട് പോലെ എനിക്ക് ആനയോട് വലിയ താല്പര്യമായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മുടെ നിൽക്കണ രാജാണ് പുള്ളി. നമ്മുടെ ചെറുപ്പത്തിൽ തറവാട്ടിൽ ആനകളെ കൊണ്ടുവരും. എപ്പോഴും നമ്മുടെ പറമ്പിൽ എപ്പോഴും ആനകളുണ്ടാവും. അപ്പം അങ്ങനെ കണ്ട് എന്താ പറയുക, ശരിക്കും എന്താ പറയുക, ഇതിനോട് പ്രേമം എന്നല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ അതായി. ഞങ്ങൾ ഇതിനു മുമ്പും ആനകൾ എത്താറായതായിരുന്നു. എന്താ പറയുക, ഇതൊരു യോഗമുണ്ട്. പൈസയോ പണമോ എന്തുണ്ടായിട്ടും കാര്യമില്ല, ഇത് നമുക്ക് വന്നു കയറണം. അത് ഞാൻ ശരിക്കും മനസ്സിലാക്കി ഈ ആന വന്നപ്പോഴാണ്. കാരണം ഇതുപോലെ പല ആനകളും വരാറായതായിരുന്നു, വഴുതിപ്പോയി. അങ്ങനെ ഇവൻ വന്നു എന്താ പറയുക, ശരിക്കും ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗമായി മാറി. ടീം ആനപ്പെരുമ കാർത്തികേയന്റെ വിശേഷങ്ങൾ കൈലാസത്തിലെത്തി ചിത്രീകരിക്കുന്നതിന്റെ നേർക്കാഴ്ചകൾ ഈ സമയത്ത് ഇവിടെ എത്താൻ കഴിയാതിരുന്ന പത്മിനിക്കും അർജുനനും ഐശ്വര്യയ്ക്കുമെല്ലാം വീഡിയോ കോളിലൂടെ പങ്കുവയ്ക്കുന്ന കാഴ്ച കാർത്തികേയനെ ഇവർ എത്രമാത്രം നെഞ്ചേറ്റുന്നു എന്നതിന് വാക്കുകളാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത കാഴ്ചയുടെ നേർചിന്തനമായിരുന്നു. കൈലാസത്തിൽ നിന്നും കാർത്തികേയൻ എന്നും യഥാർത്ഥ കൈലാസനാഥനായ പരമേശ്വരനെ കാണാൻ മേക്കടമ്പ് ആമ്പല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വന്നെത്താറുണ്ട്. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക്, മൂവാറ്റുപുഴയിലെ ജനങ്ങൾക്ക് ഇത് എന്നും ഒരു കാഴ്ചയാണ്. കാണാം ഇവൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. രാജകലയുടെ രാജപ്രഭവം പൊഴിക്കുന്ന ഗജകേസരേതിഹാസങ്ങൾ അടക്കി വാഴുന്ന ഈ നാട്ടിൽ സർവേശ്വരൻ തനിക്ക് കനിഞ്ഞരുളിയ ഉയരവും സൗന്ദര്യവും കൊണ്ട് ആനക്കേരളത്തിൻ്റെ മനസ്സ് നിറയ്ക്കുകയാണ് കൈലാസം കാർത്തികേയൻ. കാണാം ഇവൻ്റെ കൂടുതൽ വിശേഷങ്ങൾ. തണിഞ്ഞ് മേക്കടമ്പിലെ ഈ നാട്ടിട വഴികളിലൂടെ തൻ്റെ ചങ്ങലക്കിലുക്കവുമായി കാർത്തികേയൻ ഉത്സവ കേരളത്തിൻ്റെ നെടുനായകത്വത്തിലേക്ക് നടവച്ച് കയറാനൊരുങ്ങുമ്പോൾ ഈ നാട്ടുകാർക്കും ഇവൻ്റെ ആരാധകർക്കും ഒന്നുറപ്പാണ്: ആനക്കേരളത്തിൽ ഇന്ന് അടക്കി വാഴുന്ന താരരാജാക്കന്മാർക്കിടയിൽ ഇവൻ്റെ സ്ഥാനം അത്ര ചെറുതല്ല എന്നത്. അതിനായുള്ള പുതിയ പാതകൾ കാർത്തികേയൻ തുറക്കുമ്പോൾ ഇവൻ്റെ സംരക്ഷകരും ആരാധകരും ആവേശാരവങ്ങളോടെയാണ് വരവേൽക്കുന്നത്. ഈ കുടുംബത്തിൽ ആനപ്രേമത്തിൻ്റെ വിത്ത് പാകി മുളപ്പിച്ചെടുത്ത ഒരാളുണ്ട്. പാപ്പാനായ ഊരമന സ്വദേശി രാജൻ. ഗോപാലകൃഷ്ണന്റെ ചെറുപ്പകാലത്ത് ഷേണായി ശ്രീനിവാസനെയും കൊച്ചി തിരുമല ദേവസ്വം ഗജേന്ദ്രനെയുമൊക്കെ പരിപാടികൾക്കിടെ ഇവരുടെ തറവാട്ടുപറമ്പിലായിരുന്നു കെട്ടാറുള്ളത്. അങ്ങനെയാണ് ഈ വീട്ടുകാരിൽ ആനപ്രേമത്തിൻ്റെ ലഹരി നുരഞ്ഞു പൊങ്ങുന്നത്. 45 വർഷങ്ങൾക്ക് മുൻപ് ആശാനില്ലാതെ ആനപ്പണിക്കിറങ്ങി പൊന്നോത്ത് മണികണ്ഠൻ, പാമ്പാക്കട രാമചന്ദ്രൻ, അറയ്ക്കൽ മോഹനൻ തുടങ്ങി എണ്ണം പറഞ്ഞ കൊമ്പന്മാർക്കെല്ലാം ചട്ടക്കാരനായി നിന്ന് കാലങ്ങൾ പിന്നിട്ടപ്പോൾ ആനക്കേരളം തുമ്പൂരാനെന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന രാജനാണ് കാർത്തികേയന്റെ ഇപ്പോഴത്തെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. ആനപ്പണിക്കാരിലെ അഗ്രഗണ്യനെന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന തുമ്പൂരാനെ ആശാനായി കിട്ടിയതിലുള്ള സന്തോഷത്തിലാണ് ന്യൂജൻ പാപ്പാന്മാരായ രണ്ടാമൻ പെരുമ്പാവൂർ സ്വദേശി അമലും സൗജിത്തും. കടുവ വേലായുധൻ, ഓണക്കൂർ പൊന്നൻ, ഷേണായി മണി, ആനക്കേരളത്തിൽ എണ്ണം പറഞ്ഞ ചട്ടക്കാർ തിളങ്ങി നിന്ന കാലത്ത് അന്നു മുതൽ തുടങ്ങി ഇന്ന് വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത ഒരു പേര്, തുമ്പൂരാൻ. എങ്ങനെയാണ് ഈ പേരിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ ഇങ്ങനെ തുമ്പൂര് ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ എന്നെപ്പോലെ ഇപ്പോൾ ശരീരം ഇങ്ങനെയല്ല, അന്നുണ്ടായിരുന്ന ആൾ. അങ്ങനെ എന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കൊച്ചാനെ കൊണ്ട് രാമാസാനെ കൊണ്ട് ഞങ്ങൾ കൂർത്തി പോയതാണ്. നമ്മളിങ്ങനെ നമുക്ക് ആശാനില്ലാത്ത പണിയാണ് ആനപ്പണി, നമ്മൾ കണ്ടുപഠിച്ചേക്കണം.
അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ പോലെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു തുമ്പൂർ പരിപാടിക്ക് പോയപ്പോൾ. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് എറണാകുളം ഡിസ്ട്രിക്റ്റിലേക്ക് നമുക്ക് തുമ്പൂരാൻ്റെ പേര് നമുക്ക് ഇടാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ എറണാകുളം ജില്ലയിൽ നമ്മുടെ പേര് തുമ്പൂരാൻ എന്നായത്. എൻ്റെ പേര് രാജൻ എന്നാണ്. ആനക്കാരും ഉടമസ്ഥന്മാരും ഒക്കെ അറിയപ്പെടുന്ന തുമ്പൂരാൻ എന്നാണ്. ഏത് പ്രായത്തിൽ ഈ ഒരു ആനപ്പണിക്ക് ഇറങ്ങിയിട്ടുണ്ട്? ഞാൻ ഒരു 15 വയസ്സിൽ ഇഷ്ടം കൊണ്ട് തന്നെ ഇറങ്ങിയതാണ്. കൊണ്ട് തന്നെ ഇറങ്ങിയതാണ്. ഞാൻ നല്ല വഴക്കുള്ള ആളുടെ കൂട്ടത്തിലൊക്കെ നമ്മൾ പണിതതും ആളുടെ മുകളിൽ നിന്ന് പണി മേടിച്ചതും വർഷങ്ങളോളം ഒരു ദിവസം 2 ദിവസം നിൽക്കുമല്ല നമ്മൾ 5 വർഷം 10 വർഷം 7 വർഷം അങ്ങനെ വർഷങ്ങളോളം നിൽക്കുക. നമുക്ക് ആശാനില്ലാത്ത പണിയാണ്, നമ്മൾ കണ്ടു പഠിച്ചോളുക. പണിയാൻ പോയി കഴിഞ്ഞാൽ വക്ക ഉണ്ടാക്കണം, നമ്മൾ തന്നെ വക്ക ഉണ്ടാക്കും, നമ്മൾ തന്നെ പണിയാൻ കയറും. പണി കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിലും ആളുടെ മെയിൻ ജോഡിയൊന്നും കഴുകാതെ കെട്ടിയിട്ടില്ല. നമ്മൾ അങ്ങനെയാണ് ചെറുപ്പം പോലെ നമ്മളങ്ങനെ പണി പഠിച്ച് അധ്വാനിച്ച് ചെറുപ്പം പോലെ പണി മേടിച്ച് ഇന്നിപ്പോൾ ഒരു ആന കെട്ടി അഴിച്ച് കഴിഞ്ഞാൽ തെറ്റില്ലാത്ത രീതിയിൽ എല്ലാ ഉടമസ്ഥന്മാരും പറയും. എന്നെ അറിയുന്ന ഉടമസ്ഥന്മാരൊക്കെ പറയും തുമ്പുരാൻ നല്ല തൊഴിൽക്കാരാണ് അങ്ങനെയൊക്കെ പറയും. അങ്ങനെ നല്ല നല്ല ആൾക്കാരൊക്കെ നമ്മൾ ഏത് അമ്പലത്തിൽ ചെന്നാലും ഒരു തൊഴിൽക്കാരൻ ഇന്ന രീതി ആണെന്ന് ഒരു തൊഴിലാളി എന്നോട് പറയില്ല. ഇത്രയും പ്രശസ്തനായ ഒരു ആളുടെ കൂടെ ഇവനെ കാർത്തികേയൻ്റെ കൂടെ നിൽക്കുമ്പോൾ എന്താണ്? നല്ലൊരു അഭിപ്രായമാണ്. ആളെയും കൊണ്ട് ഒരു കുഴപ്പമില്ല. നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ പോണു. പരിപാടിയൊക്കെ എടുക്കാനുള്ള സെറ്റപ്പിലാണ് നിൽക്കണത്. ഇപ്പം ആനയും കൊണ്ട് വലിയ ശല്യമില്ല. രാജേട്ടനാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എല്ലാ കാര്യവും പറഞ്ഞും തരും. ഒരു വിഷയമില്ല. ആളുടെ ഒപ്പം നല്ലൊരു കൂട്ടായിട്ട് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. ഒരുപാട് കാലമായോ ആനപ്പണി? ഇല്ല ഞാനിപ്പോൾ ആനയ്ക്ക് വന്നു കഴിഞ്ഞിട്ട് 1 മാസം ആവണേ ഉള്ളൂ. രാജേട്ടൻ വിളിച്ചു. അപ്പോൾ എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വിളിച്ചു, ഞാൻ ആളുടെ ഒപ്പം നിന്നു. അല്ലെങ്കിൽ ആനപ്പണിയിലേക്ക് ഇറങ്ങിയിട്ട് കുറേ ആനപ്പണിയിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 കൊല്ലത്തിനടുത്താവണേ ഉള്ളൂ. രതീഷേൻ്റെ ഒപ്പമാണ് ഞാനിപ്പോൾ ആനപ്പണിയിലേക്ക് ഇറങ്ങണത്. പാമ്പാടി ആനയുടെ ചട്ടക്കാരൻ. ചിങ്ങം മുതൽ തുലാം വരെയാണ് നീരുകാലം. തൻ്റെ ചട്ടക്കാരൻ്റെ അനുവാദമില്ലാതെ ആരും തൻ്റെ അടുത്തു വരുന്നത് ഇവന് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. കൈലാസം വീട്ടിലെ എല്ലാവരും അങ്ങ് അമേരിക്കയിലായതുകൊണ്ട് കാർത്തികേയൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് മണ്ണൂർ മാണിക്യം എന്നറിയപ്പെടുന്ന ജയരാജനും സഹോദരി ജയയുമാണ്. അത് അവന് വേണ്ട തീറ്റയായാലും വെള്ളമായാലും ഇന്നേ വരെ യാതൊരു കുറവും ഇരുവരും കാർത്തികേയൻ്റെ കാര്യത്തിൽ കാണിച്ചിട്ടില്ല. കാർത്തികേയൻ്റെ വിശേഷങ്ങൾ നമ്മളോട് പറയാനുള്ളത്? നമ്മളിതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുകയാണ്. രാവിലെ ആനയടുത്ത് ചെല്ലും, അവർ ചോറ് വെക്കണ്ടോ എന്ന് നോക്കും. എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുകയാണ്. പിന്നെ എൻ്റെ വണ്ടി ഓടിക്കലാണ് നമുക്ക് പരിപാടി. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ പനം പട്ട നോക്കി കിട്ടുവാണെങ്കിൽ അവൾ തന്നെ പറഞ്ഞ് നമ്മൾ പോയി ഇവരെ വിളിച്ചുകൊണ്ട് വെട്ടിച്ച് അപ്പോൾ നല്ല നല്ല പട്ടകൾ അന്നു തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാർത്തികേയനാണോ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ആദ്യത്തെ ആന? അതെ അതെ. അപ്പോൾ ഇതിനു മുമ്പ് ആനപ്രേമം ഉണ്ടോ? അങ്ങനെ ആനപ്രേമൊക്കെ ഉണ്ട്. ആന വരുമ്പോൾ പോകായിരുന്നു. എൻ്റെ കല്യാണത്തിന് മുമ്പ് വരെ നമ്മൾ ആനയുടെ കൂടെ പോയിട്ടുണ്ട്. ഒരു 4 ദിവസം മുമ്പ് വരെ ആനയുടെ കൂടെ ഇങ്ങനെ പോകുമായിരുന്നു. എവിടെ കണ്ടാലും പോകും. പക്ഷെ നമുക്ക് ഏറ്റവും അടുത്ത് ഇടപെടാൻ പറ്റിയത് ആന ഇതാണ്. വ്യത്യസ്തനാക്കുന്നത് ഇവൻ്റെ കാലൊച്ചയോ ചങ്ങലക്കിലുക്കമോ കാരിരുമ്പിൻ്റെ കറുത്ത നിറമോ ഒന്നുമല്ല, ഈ ശാന്തതയും മുന്നഴകും തന്നെയാണ്. നമ്മൾ മലയാളികൾക്ക് എത്ര കണ്ടാലും മതിവരാത്തതും മനസ്സിനെ രോമാഞ്ചം കൊള്ളിക്കുന്നതുമായ ഒന്നാണ് ആന എന്ന 2 അക്ഷരം. കാർത്തികേയനെക്കുറിച്ച് അല്പം പുറകോട്ട് ചിന്തിച്ചാൽ ഇവൻ്റെ ഭൂതകാലം അത്ര സുന്ദരമായിരുന്നില്ല. അതിന് അവനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാടും നാടും വിട്ട് മറ്റു ഇടങ്ങളിലേക്ക് പറിച്ചു നടപ്പെടുമ്പോൾ ഏതൊരാൾക്കുമുണ്ടാകുമല്ലോ കുറച്ച് ആവലാതികളൊക്കെ. കുറച്ച് ചട്ടമ്പിത്തരങ്ങളും കുസൃതികളുമൊന്നുമില്ലെങ്കിൽ ചെറുപ്പക്കാലം എന്നത് ഓർക്കാനിഷ്ടമില്ലാതാകുമെന്ന കാര്യത്തിൽ ആർക്കും രണ്ടാമതൊരഭിപ്രായം ഉണ്ടാകില്ലല്ലോ. കാർത്തികേയന്റെ കാര്യത്തിൽ ഇപ്പോൾ അതെല്ലാം പഴങ്കഥകളായി മാറി. ഇന്നിവൻ പൂരാസ്വാദകരുടെയും ആനപ്രേമികളുടെയും സംരക്ഷകരുടെയും മാനസപുത്രനാണ്. ശാന്തതയുടെ നേർരൂപമായി ചിട്ടവട്ടങ്ങളെല്ലാം മനഃപ്പാടമാക്കി പങ്കെടുക്കുന്ന പൂരനഗരികളിൽ തനിക്കു സ്വന്തമായുള്ള ആരാധകരെ സൃഷ്ടിച്ചെടുക്കാൻ കഴിവും സൗന്ദര്യവും നൽസ്വഭാവത്തിൻ്റെ നേർക്കാഴ്ചയുമായി നടയമരങ്ങൾ ഉറപ്പിച്ച് തലയെടുപ്പോടെ നടന്നു കയറുകയാണ് ഓരോ ജനഹൃദയങ്ങളിലേക്കും.
ആന എന്നത് ഒരു കച്ചവടച്ചരക്കായി കാണാത്ത ഇവന്റെ ഇപ്പോഴത്തെ സംരക്ഷകരുടെ അടുത്തെത്തിയത് ഒരുപക്ഷെ ഈ കാർത്തികേയ ജീവിതത്തിന് വൈകിയാണെങ്കിലും സർവേശ്വരൻ കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയ സൗഭാഗ്യമാണെന്ന് ഈ വീട്ടുകാരെ അറിയുന്നവരെല്ലാം ഒരേ സ്വരത്തിൽ പറയും. പ്രായം 45-ലെത്തുന്നുള്ളൂവെങ്കിലും തനിക്കുള്ള സൗന്ദര്യവും 9.5 അടി ഉയരത്തിനൊത്തുള്ള ലക്ഷണ തികവുകളുമായി ഗജകേസരി ഇതിഹാസങ്ങൾ അടക്കി വാഴുന്ന ആനക്കേരളത്തിൽ ആഢ്യത്വം വിളിച്ചോതുന്ന മുന്നഴകും പ്രൗഢിയേകുന്ന രാജകീയ വരവും സൂചിപ്പിക്കുന്ന ഒന്നുണ്ട്. താൻ പങ്കെടുക്കുന്ന ഓരോ ഉത്സവ നഗരിയുടെ പെരുമ തൻ്റെ പേരിനൊപ്പം തങ്കലിപികളാൽ എഴുതി ചേർക്കുന്ന ഒരു പുതുചരിതം. ഈ കൈലാസത്തിൽ നിന്നും കാർത്തികേയൻ നടന്നു നീങ്ങുന്നത് മറ്റെങ്ങോട്ടുമല്ല, തൻ്റേതു മാത്രമായ ഒരു ചരിത്രം രചിക്കാൻ, ഒരു പുതിയ കാർത്തികേയ ചരിതം രചിക്കാൻ. വരാനിരിക്കുന്ന ചരിത്രത്താളുകളിലേക്കുള്ള യാത്ര കാർത്തികേയൻ ആരംഭിച്ചു കഴിഞ്ഞു. അതിന് സാക്ഷികളാകാൻ നമുക്കും കാത്തിരിക്കാം. ദേശദേശാന്തരങ്ങൾ സഞ്ചരിച്ച് കാലകാലാന്തരങ്ങൾ പിന്നിട്ട് ദേവീദേവന്മാരുടെ പീഠമാകാൻ ഇവൻ്റെ മസ്തകത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇവൻ എത്തി നിൽക്കുന്നത് കൈലാസത്തിലാണെങ്കിൽ, ഇനി ഇവൻ്റെ ജൈത്രയാത്ര ഇവിടെ നിന്നാണ്. നാളെയുടെ ആനപ്പെരുമകളിൽ ഉറപ്പായും ഉയർന്നു കേൾക്കുന്ന ഒരു പേര്, അത് കൈലാസം കാർത്തികേയൻ എന്നു തന്നെയായിരിക്കും. KR ഗ്രൂപ്പ് ആനപ്പെരുമയിൽ മറ്റൊരു കൊമ്പൻ്റെ വലിയ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. കാത്തിരിക്കുക.